ഒരിക്കൽ നാരദമുനി കൈലാസത്തിൽ ശിവനെയും പാർവതിയെയും കാണാനെത്തി. അദ്ദേഹത്തിൻ്റെ കൈവശം അമൃതതുല്യമായ ഒരു അപൂർവ മാമ്പഴം ഉണ്ടായിരുന്നു. അത് അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും മാമ്പഴമായിരുന്നു. ഈ പഴം പകുത്തു കഴിക്കാൻ പാടില്ലെന്നും അത് പൂർണ്ണമായും ഒരാൾ തന്നെ കഴിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ മക്കളായ ഗണപതിക്കും കാർത്തികേയനും ഈ പഴം നൽകാൻ ശിവപാർവതിമാർ തീരുമാനിച്ചു. എന്നാൽ രണ്ടുപേർക്കും പഴം നൽകാൻ കഴിയില്ല. അതിനാൽ ശിവൻ ഒരു മത്സരം പ്രഖ്യാപിച്ചു. ആരാണോ ലോകത്തെ 3 തവണ വലം വെച്ച് ആദ്യം തിരിച്ചെത്തുന്നത് അവർക്ക് ഈ മാമ്പഴം നൽകും. മുരുകൻ ഉടൻ തന്നെ തൻ്റെ വാഹനമായ മയിലിൽ ലോകം ചുറ്റുവാൻ പറന്നുയർന്നു. എന്നാൽ ബുദ്ധിമാനായ ഗണപതി അല്പം ചിന്തിച്ച ശേഷം തൻ്റെ മാതാപിതാക്കളെ 3 വലം വെച്ച് വണങ്ങി. മാതാപിതാക്കളെ വലം വയ്ക്കുന്നത് ലോകത്തെ വലം വയ്ക്കുന്നത് തുല്യമാണെന്ന് ഗണപതി പറഞ്ഞു. ഗണപതിയുടെ ഈ അറിവും ബുദ്ധിയും കണ്ട് ശിവപാർവതിമാർ സന്തോഷിക്കുകയും ആ ദിവ്യ മാമ്പഴം ഗണപതിക്ക് നൽകുകയും ചെയ്തു. ലോകം ചുറ്റി തിരിച്ചെത്തിയ മുരുകൻ ഗണപതിക്ക് മാമ്പഴം ലഭിച്ചത് കണ്ട് കോപിഷ്ഠനായി പളനിയിൽ പോയി തപസ് അനുഷ്ഠിക്കുകയും ചെയ്തു. ഗണപതിയുടെ വിജയത്തിൽ കാർത്തികേയൻ ആദ്യം പരിഭവിച്ചെങ്കിലും മാതാപിതാക്കളുടെ മഹത്വം മനസ്സിലാക്കിയപ്പോൾ ഗണപതിയുടെ വിജയം അംഗീകരിച്ചു.